ഹായ് ഓൾ. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനായിട്ട് ഉള്ളത് ഗ്രേറ്റ് ഡിപ്രഷൻ അതേപോലെ തന്നെ VES പ്രൊഡക്ഷൻ ഫംഗ്ഷനെ കുറിച്ചാണ്. സോ നമ്മൾ ആദ്യം ചർച്ച ചെയ്യാനായി പോകുന്നത് ഗ്രേറ്റ് ഡിപ്രഷനെ കുറിച്ചാണ്. എപ്പോഴും വളരെയധികം ബേണിംഗ് ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട, അതേപോലെ തന്നെ നമ്മൾ ഇപ്പം PSCയുടെ ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് നമ്മളോട് നിരന്തരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു മേഖല തന്നെയാണ് ഈ ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറഞ്ഞെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു ദ വേൾഡ്സ് ലാർജസ്റ്റ് പ്രോബ്ലമാറ്റിക് ഡിപ്രിസിയേഷൻ എന്നാണ് പറയുന്നത്. അതായത് ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ആക്ച്വലി റെഫേഴ്സ് ടു ദ വൺ ഓഫ് ദ മോസ്റ്റ് പ്രോബ്ലമാറ്റിക് സ്കെനാരിയോ അല്ലെങ്കിൽ ഡൗൺ ടേൺ ഇൻ ദ മോഡേൺ ഹിസ്റ്ററി എന്നാണ് പറയുന്നത്. നമ്മുടെ വളരെയധികം, അതായത് നമുക്ക് വളരെയധികം പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കണ്ടീഷൻ ബോത്ത് എക്കണോമിക്കലി ആണെങ്കിലും പൊളിറ്റിക്കലി ആണെങ്കിലും സോഷ്യൽ നെറ്റ്വർക്കിംഗിലാണെങ്കിലും ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്ത ഒന്ന് തന്നെയായിരുന്നു ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഗ്രേറ്റ് ഡിപ്രഷൻ 1929 മുതൽ 1941 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു കൂടുതലായിട്ടും നമ്മൾ ഫേസ് ചെയ്ത് വന്നിരുന്നത്. ഈ ഒരു സമയത്ത് തന്നെയാണ് വേൾഡ് വാർ 2 1941 കാലഘട്ടത്തിൽ തന്നെയായിരുന്നു വേൾഡ് വാർ 2 എന്ന് പറയുന്നതും ഒക്കർ ചെയ്തത്. മാത്രമല്ല നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് എന്ന് പറയുന്നത്, അതേപോലെ തന്നെ നമുക്ക് ബാങ്കിങ് പാനിക്സ് എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം ബാങ്ക് സെക്ടറിൽ വന്നിട്ടുള്ള ആ ഒരു ബ്രേക്ക് ഡൗൺസ് അല്ലെങ്കിൽ നമ്മൾ ലോൺസ് കൊടുത്ത് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ക്രൈസിസ് മുതലായ ക്രൈസിസ് സിറ്റുവേഷൻസ്, ഇതെല്ലാം വളരെ ബേണിംഗ് ആയി നിൽക്കുന്ന ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്കെനാരിയോ അല്ലെങ്കിൽ ടൈം പീരീഡ് തന്നെയായിരുന്നു 1929 1931 അല്ലെങ്കിൽ ആ ഒരു 41 കാലഘട്ടം വരെയും അതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എക്കണോമിയിൽ വളരെയധികം റാപ്പിഡായി ഇന്നും ഇൻവോൾവ്മെന്റ് ഉള്ള അല്ലെങ്കിൽ ഇന്നും ഇഫക്റ്റ് ഉള്ള ഒന്ന് തന്നെയാണ് ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. എന്തായിരുന്നു 1930 ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത്? നമ്മുടെ രാജ്യത്ത് എമ്പടക്കം, അതായത് നമ്മുടെ രാജ്യം മാത്രമല്ല നമ്മുടെ വേൾഡ് തന്നെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു ഇക്കണോമിക് സ്ലോ ഡൗണിന് വേദിയൊരുക്കിയ ഒന്ന് തന്നെയായിരുന്നു 1929 കാലഘട്ടം. പൊളിറ്റിക്കലി ആണെങ്കിലും ഇക്കണോമിക്കലി ആണെങ്കിലും സോഷ്യലി ആണെങ്കിലും ഒരുപാട് തരത്തിലുള്ള മാസീവ് ആയിട്ടുള്ള പ്രോബ്ലമാറ്റിക് സ്കെനാരിയോയിലൂടെ രാജ്യം കടന്നുപോയി. ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും സിവിയർ ആയിട്ടുള്ള ഇക്കണോമിക് ഡിപ്രഷൻ ആയിരുന്നു ഈ ഒരു കാലയളവിൽ നമ്മൾ കണ്ടത്. ഈവൻ ഇൻഡസ്ട്രിയൽ വൈസ് സ്ട്രോങ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ പോലും ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മാക്രോ എക്കണോമിക് പോളിസീസ് എല്ലാം ടൈറ്റൻഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ പോലും ഫിനാൻഷ്യൽ ബ്രേക്ക്ഔട്ട്സ് സംഭവിക്കുകയും യാതൊരു രീതിയിലും ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തെ സഹായിക്കാൻ പോലും പറ്റാത്ത ഒരു വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സ്കെനാരിയോയിലേക്ക് ഇത് നയിക്കുകയും ചെയ്തു. രാജ്യമെമ്പാടും സംഭവിച്ച അല്ലെങ്കിൽ ലോകമെമ്പാടും സംഭവിച്ച ഈ ഒരു പ്രക്രിയ മുഖാന്തരം നമ്മുടെ രാജ്യത്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടിൽ ഒരു ഡിക്ലൈൻ സംഭവിച്ചു. അക്യൂട്ട് ലെവൽസ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് വന്നു. കാരണം ആരും കമോഡിറ്റീസ് ഡിമാൻഡ് ചെയ്യുന്നില്ല, ആവശ്യക്കാരില്ല. സോ സിൻസ് ആവശ്യക്കാരില്ലാത്തത് കൊണ്ട് നമുക്ക് പ്രൊഡക്ഷൻ അണ്ടർടേക്ക് ചെയ്യാനായി സാധിക്കില്ല. അങ്ങനെ പ്രൊഡക്ഷൻ അണ്ടർടേക്ക് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഇൻഡസ്ട്രീസ് വേണ്ടാതാകുമ്പോൾ തൊഴിൽ സാഹചര്യങ്ങൾ എന്ന് പറയുന്നതും ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് ഇല്ല, അൺഎംപ്ലോയ്മെന്റും വരുന്നു. ജോലി ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാവരുടെ കയ്യിലും എന്തുണ്ടാവുള്ളൂ? ഫൈനാൻഷ്യൽ റിസോഴ്സസ് ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളവും ഏതൊരു വ്യക്തികളെ സംബന്ധിച്ചിടത്തോളവും വളരെ ഹെക്ടിക് ആയിട്ടുള്ള ഒന്ന് തന്നെയായിരിക്കും. തന്മൂലം എക്കണോമിയിൽ ഡിഫ്ലേഷൻ കണ്ടീഷൻ വരുന്നു. നമുക്കറിയാം രണ്ട് കണ്ടീഷൻസ് ആണ് ബേസിക്കലി നമ്മുടെ എക്കണോമിക് സ്കെനാരിയോയിലുള്ളത്. ഒന്ന് ഇൻഫ്ലേഷനും
2 ഡിഫ്ലേഷനും. അപ്പൊ ഇവിടെ പണച്ചുരുക്കം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഗവൺമെന്റ് എത്രത്തോളം ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിലേക്ക് പോയാലും, RBI എത്രത്തോളം ഗവൺമെന്റിന് ബിഹാഫ് ആയിട്ട് പെരുമാറിയാലും, there were stringent levels of regulations and restrictions. സോഷ്യൽ കൾച്ചറൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് പോലും എന്തിനെ ബാധിച്ചു? ഈ ഒരു സിറ്റുവേഷനെ റാപ്പിഡ് ആയിട്ട് ബാധിച്ചു. ഓരോ രാജ്യങ്ങളിലും ഓരോ രീതിയിലുള്ള ഡൈവേഴ്സ് ഇമ്പാക്റ്റുകളായിരുന്നു ഈ ഒരു സംഭവത്തിന് അല്ലെങ്കിൽ ഈ ഒരു ഗ്രേറ്റ് ഡിപ്രഷന് ഉണ്ടായിരുന്നത്. സേ ഫോർ എക്സാമ്പിൾ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും യൂറോപ്യൻ കൺട്രീസിലുമാണ് ഇത് കൂടുതലായിട്ടും, അതായത് ഗ്രേറ്റ് ഡിപ്രഷന്റെ ഏറ്റവും വലിയ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഔട്ട്പുട്ട് കുറഞ്ഞു, അൺഎംപ്ലോയ്മെന്റ് സിറ്റുവേഷൻ കൂടി, ഈ ഒരു കണ്ടീഷൻ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടായിരുന്നു. എന്നാൽ ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും കുറവുണ്ടായിരുന്നത് ജപ്പാനിലും അതേപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിലും ആയിരുന്നു. അതായത് ലാറ്റിൻ അമേരിക്കൻ കുറച്ച് രാജ്യങ്ങളിൽ, സെലക്ടഡ് ആയിട്ടുള്ള കുറച്ച് രാജ്യങ്ങളിലുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ബേസിക് ആയിട്ട് നമ്മൾ പറഞ്ഞു, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് ഔട്ട്പുട്ട് കുറഞ്ഞു, അക്യൂട്ട് ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെന്റ് സിറ്റുവേഷനും ക്രിയേറ്റഡ് ആയി. ഔട്ട്പുട്ട് കുറഞ്ഞത് തന്നെയാണ് ബേസിക് ആയിട്ട് വളരെ വലിയ രീതിയിലുള്ള കോംപ്ലക്സ് കണ്ടീഷൻസ് അല്ലെങ്കിൽ കോംപ്ലക്സ് സിറ്റുവേഷൻസിലേക്ക് നയിച്ചത്. ഗവൺമെന്റിന്റെ പോളിസീസും ഗവൺമെന്റിന്റെ മെഷേഴ്സും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും തന്നെ എന്തായിരുന്നില്ല, ഒരു വർക്ക് വൈൽ ആയിട്ടുള്ള ഒന്നായിരുന്നില്ല. നമുക്ക് പോളിസീസ് ഉണ്ടായിരുന്നു, ഡോക്യുമെന്റ്സ് ഉണ്ടായിരുന്നു, ബട്ട് ആ പോളിസീസോ ആ ഡോക്യുമെന്റ്സോ ഒന്നും തന്നെ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സിങ്ക്രണൈസേഷനോ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മോഡുലേഷനിലൂടെയോ ഒന്നും തന്നെ അവ വർക്ക് ചെയ്തില്ല. ബേസിക്കലി നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ടൈം പീരീഡില് കൂടുതലായിട്ടും ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ നമ്മൾ അഡ്വക്കേറ്റ് ചെയ്തിരുന്നത് ഗോൾഡ് സ്റ്റാൻഡേർഡ് മെക്കാനിസം ആയിരുന്നു. നമുക്ക് പലതരത്തിലുള്ള സ്റ്റാൻഡേർഡ് മെക്കാനിസംസ് ഉണ്ട്. നമ്മൾ കൂടുതലായിട്ടും അഡ്വക്കേറ്റ് ചെയ്തത് ഗോൾഡ് സ്റ്റാൻഡേർഡ് മെക്കാനിസം ആയിരുന്നു. അതായത് എല്ലാ രാജ്യങ്ങളും തങ്ങളുടെ കറൻസി എന്ന് പറയുന്നത് ഗോൾഡ് യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. കാരണം ഗോൾഡിന് എന്ന മൂല്യം ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് അത്രത്തോളം പെട്ടെന്നൊന്നും ഡിക്ലൈൻ ചെയ്ത് പോകില്ല. മർക്കന്റലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്, അത് നമ്മുടെ എക്കണോമിക്സിൽ വരുന്ന ഒരു ബ്രാഞ്ചാണ്. അവർ ബേസിക്കലി പോസ്റ്റുലേറ്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഈ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അതായത് എല്ലാ രാജ്യവും തങ്ങളുടെ കറൻസി യൂണിറ്റ് ഗോൾഡില് കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ ഗോൾഡിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ട്രേഡിലേക്ക് പോവുക. അതായത് കൂടുതലായിട്ട് എക്സ്പോർട്ട് ചെയ്യുക, ഇമ്പോർട്ട് കുറയ്ക്കുക. എക്സ്പോർട്ട് വഴി പൈസയല്ല, ഫോറിൻ എക്സ്ചേഞ്ച് അല്ല ഇന്ന് നമ്മൾ പറയുന്ന പോലെ ഏൺ ചെയ്യേണ്ടത്, മറിച്ച് ഗോൾഡ് ആണ് ഏൺ ചെയ്യേണ്ടത് എന്നാണ് അവർ പോസ്റ്റുലേറ്റ് ചെയ്തത്. പക്ഷേ ഗോൾഡ് സ്റ്റാൻഡേർഡിൽ വന്ന അമെൻഡ്മെന്റും അതേപോലെ തന്നെ മോണിറ്ററി എക്സ്പാൻഷനിൽ വന്ന പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സ്കെനാരിയോവും ഈ ഒരു സിറ്റുവേഷനെ റാപ്പിഡ് ആയിട്ട് പിടിച്ച് കുലുക്കും. നമുക്ക് അപ് ടു സം എക്സ്റ്റെന്റ് വരെ ഇതിനെ ഒന്ന് കർബ് ചെയ്യുക, ഇത് ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസേൺ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് എന്ത് സാധ്യമായില്ല, അത് പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുവരാനോ ഇനീഷ്യേറ്റ് ചെയ്യാനോ നമുക്കത് പറ്റിയില്ല. ഗ്രേറ്റ് ഡിപ്രഷന് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി വരുന്ന കോസസ് എന്ന് പറയുന്നത് 1929 സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് തന്നെയാണ്. അതായത് അമേരിക്കൻ എക്കണോമി ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് ആയിട്ടും അവർക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ഏൺ ചെയ്യാനും സഹായിച്ചുകൊണ്ടിരുന്നത് അവരുടെ സ്റ്റോക്ക് മാർക്കറ്റ് ട്രാൻസാക്ഷൻസ് തന്നെയായിരുന്നു. എന്നാൽ 1929 സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് സംഭവിച്ചപ്പോൾ അമേരിക്കൻ എക്കണോമിയെ അത് എമ്പെടുക്കും എഫക്ട് ചെയ്യുകയും തന്മൂലം സ്പെൻഡിങ്, ഇൻവെസ്റ്റ്മെന്റ് മേഖലയിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു ഷാക്കിൾ സംഭവിക്കുകയും ചെയ്തു. 1930 ആരംഭത്തിൽ ബാങ്കിങ് പാനിക്സ് എന്ന് പറയുന്നത് വരുന്നു. തന്മൂലം ഒരുപാട് ബാങ്കിങ് സെക്ടേഴ്സിന്
അവർ പ്രൊവൈഡ് ചെയ്ത ലോണ് ഒന്നും ആൾക്കാർ തിരിച്ചടയ്ക്കാതെ ഒരുപാട് രീതിയിൽ നോൺ പെർഫോമിംഗ് അസറ്റുകൾ ബാങ്കുകളിൽ രൂപീകരിക്കപ്പെടുന്നു. കാരണം ബാങ്കിന് ഈ ലോണൊക്കെ കൊടുത്തു കഴിഞ്ഞ് അവർക്ക് ഫണ്ട് മെക്കനൈസേഷൻ ചെയ്യണം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? അത് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ആരുടെ കയ്യിലും എന്തില്ല? തിരിച്ചടയ്ക്കാനുള്ള കണ്ടീഷൻസ് വരുന്നില്ല. തിരിച്ചടയ്ക്കാൻ കണ്ടീഷൻസ് ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ബാങ്കിന്റെ സ്ട്രക്ചറിനെ എഫക്ട് ചെയ്യുകയും തന്മൂലം ബാങ്ക് എന്താവുകയും ചെയ്യും? കൊളാപ്സ് ചെയ്ത് പോവുകയും ചെയ്യും. ഗോൾഡ് സ്റ്റാൻഡേർഡ് മെക്കാനിസം അഡോപ്റ്റ് ചെയ്തപ്പോൾ ഫോറിൻ സെൻട്രൽ ബാങ്കുകാര് എന്ത് ചെയ്യേണ്ടതെന്ന് വന്നു? ഫോറിൻ സെൻട്രൽ ബാങ്കുകാര് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് മൊബിലൈസ് ചെയ്യേണ്ടി വന്നു. കാരണം ട്രേഡ് ഇംബാലൻസസ് എക്കണോമിയിൽ അപ്പോഴേക്കും സൃഷ്ടിക്കപ്പെട്ടു. ഈ ട്രേഡ് ഇംബാലൻസിനെ നമുക്കറിയാം, ട്രേഡ് ഇംബാലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ട് കൂടുന്നു, എക്സ്പോർട്ട് കുറയുന്നു. നമ്മുടെ രാജ്യത്ത് നിന്ന് സേഫ് അല്ല എന്ന് തോന്നുന്ന സമയത്ത് ആൾക്കാർ ആരും തന്നെ ട്രേഡിംഗ് ആക്ടിവിറ്റിയിലേക്ക് പോവില്ല. അത് തന്നെയാണ് ഔട്ട്പുട്ട് കുറയാനുള്ള കാരണം എന്ന് പറയുന്നത്. നമുക്ക് ബേസിക്കലി വേണ്ടത് എന്താ? വളരെയധികം കോൺസെപ്റ്റ് അല്ലെങ്കിൽ വളരെയധികം ബേസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷണൽ ബേസിസ് ആയിരുന്നു. പക്ഷെ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. വിച്ച് ലെഡ് ടു മാസീവ് ലെവൽസ് ഓഫ് ഇംപെർഫെക്ഷൻസ് ഇൻ ദ എക്കണോമി. അതുപോലെ തന്നെ സ്പെക്യുലേറ്റീവ് ബൂം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആ ഒരു സമയത്ത് ഒക്കർ ചെയ്തു. അതായത് സ്പെക്യുലേഷൻ എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന ഒരു ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ ടെൻഡൻസിയാണ്. അതായത് ഊഹ കച്ചവടത്തിലേക്ക് പോകുക. നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഒരു ഊഹ കച്ചവടം ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി, അല്ലെ? അതായത് നമുക്ക് അറിയില്ല വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ നിയർ ഫ്യൂച്ചർ എന്ന്. പക്ഷെ വി ആസ് ഇൻവെസ്റ്റേഴ്സ് നമുക്ക് എന്തിനുള്ള ടെൻഡൻസി ഉണ്ട്? ഗുഡ് സ്വാപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അണ്ടർടേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി കാണും. അപ്പൊ അവിടെ നമ്മൾ സ്പെക്യുലേഷനിലേക്ക് പോകും, ഊഹ കച്ചവടത്തിലേക്ക് പോകും. So when you go for speculation, what happens is that നമ്മളുടെ കയ്യിലുള്ള ഫണ്ട്, മണി, ഇതെല്ലാം നമ്മൾ ആപ്റ്റ് ആയിട്ട് വളരെ കൃത്യമായിട്ടുള്ള ലെവൽസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആരംഭിക്കും. 1920 കൂടിയാണ് ഈ ഒരു സ്പെക്യുലേറ്റീവ് ബൂംസ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത്. തന്മൂലം GDP എന്ന് പറയുന്നത് 4.7% വർദ്ധിക്കുകയും അവിടെ ജോലി ഇല്ലാത്തവരുടെ എണ്ണം 3.7% വർദ്ധിക്കുകയും ചെയ്തു. സ്പെക്യുലേറ്റീവ് ബൂംസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹ കച്ചവടത്തിലേക്ക് നമ്മൾ വിചാരിക്കുകയാണ്, ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റ്സ് ആണെങ്കിലും മണി മാർക്കറ്റ്സിന്റെ കേസ് ആണെങ്കിലും ഒക്കെ വളരെ ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. നമുക്ക് ക്യാഷ് ആമ്പിൾ ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് അണ്ടർടേക്ക് ചെയ്യാം. അത് കുറച്ചുകൂടെ ഫേവറബിൾ ആണ്. വളരെ ഫേവറബിൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് നമുക്ക് സംഭാവന ചെയ്തു തരും എന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്? പോസ്റ്റുലേറ്റ് ചെയ്യുകയും കരുതുകയുമാണ് ചെയ്യുന്നത്. സോ ആസ് എ റിസൾട്ട് നമുക്ക് എന്തിനുള്ള ടെൻഡൻസി ഉണ്ട്? വളരെ ക്വിക്കായിട്ട്, വളരെ റാപ്പിഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി വരും. ഇത് അപ് ടു സം എക്സ്റ്റെന്റ് വരെ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് ഓക്കെയാണ്, ഫേവറബിൾ ആണ്. പക്ഷെ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഇത് നമ്മൾ അങ്ങനെ പറയുമ്പോഴും ഫേവറബിൾ ആണ്, പ്രോബ്ലമാറ്റിക് സ്കെനാരിയോ അല്ല എന്ന് നമ്മൾ പറയുന്ന സമയത്തും അവിടെ അപ് ടു സം എക്സ്റ്റെന്റ് വരെയും പ്രോബ്ലം ഉണ്ട്. കാരണം ആൾക്കാർ ജോലിക്ക് പോണില്ല, അവരെ കയ്യിൽ കിട്ടുന്ന കാശ് മൊത്തം അവരെന്ത് ചെയ്യുക? സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറക്കുക ചെയ്യുന്നത്. അപ്പം എല്ലായ്പ്പോഴും അതൊരു പോസിറ്റീവ് ടെൻഡൻസി ആയിട്ട് നമുക്ക് പറയാനായി പറ്റില്ല. US എക്കോണമിക്ക് ധാരാളമായി പൈസ കിട്ടി. പക്ഷെ എന്ത് സംഭവിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തികൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് സംഭവിച്ചപ്പോ അവർക്ക് അവരുടെ കയ്യിലുള്ള ക്യാഷ് എന്ത് സംഭവിച്ചു? പോവുകയും ചെയ്തു, ഒന്നും കിട്ടിയില്ല. പക്ഷെ US എക്കോണമിക്ക് എന്ത് കിട്ടി? ഭയങ്കര ലാഭവും കിട്ടി, അവർക്ക് എക്സ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്തു. ഡൗട്ട് ഉണ്ടോ? ഓക്കെ. ഇനി നമുക്ക് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻ അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് മാർക്കറ്റിൽ അന്ന് ഉണ്ടായിരുന്നില്ല. അതായത് ഒരു സെബി ഒക്കെ പോലെയുള്ള ബോഡി എന്ന് പറയുന്നതിന്റെ ഫങ്ഷൻസ് അത്രത്തോളം ഒന്നും ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ മുമ്പേ പഠിച്ചു, നമുക്ക് ക്യാപിറ്റൽ ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റ് ടെൻഡൻസി ആയിരുന്നു ഉണ്ടായിരുന്നത്. ട്രേഡിംഗ് മേഖലയിലേക്കും ഇപ്പൊ ഡെറിവേറ്റീവ്സിന്റെ കൺസിഡറേഷൻസിലേക്കൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ നമുക്ക് വലിയ രീതിയിലുള്ള മാർക്കറ്റ് ഒറിജിനേഷൻസ് അല്ലെങ്കിൽ ബോഡീസ് ഉണ്ടായിരുന്നു.
എന്നാലും നമുക്കൊരു വിശ്വാസമില്ല. കാരണം നമ്മൾ പറഞ്ഞു സ്പെക്കുലേറ്റേഴ്സ് ആണ്, നമ്മൾ ഭയങ്കര അധികം ആംബിൾ ലെവൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഒക്കെ അണ്ടർടേക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരുമാണ് നമ്മളെ. പക്ഷെ പ്രോബ്ലം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നൊക്കെ കറക്റ്റ് ആയിട്ട് റിട്ടേൺസ് കിട്ടുമോ? ഈ സ്പെക്കുലേഷൻ ആക്ടിവിറ്റീസിലേക്കൊക്കെ നമ്മൾ പോയാല് റെഗുലേറ്റ് ചെയ്യാൻ ആരെങ്കിലും വേണം, അല്ലെങ്കിൽ നമ്മൾ ഇല്ലീഗൽ ആയിട്ടുള്ള ട്രേഡിംഗ് ആക്ടിവിറ്റീസിലേക്കൊക്കെ പോകും, വിച്ച് വുഡ് അൾട്ടിമേറ്റ്ലി റിസൾട്ട് ഇൻ മാസീവ് ലെവൽസ് ഓഫ് പ്രോബ്ലംസ്. അപ്പൊ സെബി പോലെ ഇന്നിപ്പോ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലെ ഡീലിങ്സ് പ്രവേശിക്കണം, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ട്രേഡിംഗിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ ഇന്ന് സെബി ഉണ്ട്. സെബി നോക്കി അംഗീകരിച്ചാൽ മാത്രമേ ഒരു പെർട്ടിക്കുലർ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രേഡിംഗ് ആക്ടിവിറ്റീസിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അന്നത്തെ കാലത്ത് സെബി പറയുന്ന ഒരു ബോഡി ഒന്നും ഉണ്ടായിരുന്നില്ല. ആർക്കെങ്കിലും ഫണ്ട് റേസ് ചെയ്യണം എന്നാണെങ്കിൽ അവര് ഷെയർസ് കൊണ്ടുവരും, മാർക്കറ്റ്സിൽ അങ്ങ് ഇടും. അപ്പൊ അത് ബേസിക്കലി എന്താകും, ആൾക്കാർ പർച്ചേസ് ചെയ്യും. അവര് കൃത്യമായ റിട്ടേൺസ് കൊടുക്കോ? നമുക്കറിയില്ല. അവര് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള കമ്പനിയാണോ? നമുക്കറിയില്ല. ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് സംഭവിച്ച ഒന്നാണ് ഓവർ പ്രൊഡക്ഷൻ എന്ന് വരുന്നത്. അതായത് നമ്മള് ഡിമാൻഡ് ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കുറെ കമോഡിറ്റീസ് ഒരുപാടായിട്ട് പ്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ നമുക്കറിയാം ഡിമാൻഡ് എന്ന് പറയുന്നത് എപ്പോ വേണമെങ്കിലും കുറയാനും കൂടാനുമായിട്ടുള്ള ടെൻഡൻസി ഉള്ള ഒന്നാണ്. അപ്പൊ നമ്മളൊരു പീക്ക് ആയിട്ടുള്ള സിറ്റുവേഷൻ വരെ ഡിമാൻഡ് എത്രത്തോളം ഒറിജിനേറ്റ് ചെയ്തൊക്കെ പറയുന്ന സമയത്ത് ആ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷണൽ ബേസ് കഴിഞ്ഞാൽ പിന്നെയും ഡിമാൻഡ് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഒബ്വിയസ്ലി ഇറ്റ്സ് എ ഫൂളിഷ് തിങ്. കാരണം എല്ലാത്തിനും എന്തുണ്ട്, ദർ ഇസ് ആൻ എക്സ്റ്റെന്റ്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ JBC ഒക്കെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകളൊക്കെ പറഞ്ഞ പോലെ സപ്ലൈ ക്രിയേറ്റ്സ് അല്ലെങ്കിൽ ഡിമാൻഡ് സപ്ലൈ ടെൻഡൻസീസ് വിൽ ഓൾവേസ് ബി ഇൻ ഇക്വിലിബ്രിയം എന്ന് പറയേണ്ടി വരും. പക്ഷെ 1930 കാലഘട്ടത്തിൽ തന്നെ പറഞ്ഞു, ഗ്രേറ്റ് ഡിപ്രഷൻ വന്നതോടുകൂടി തന്നെ പറഞ്ഞു, ലേസസ് ഫെയർ മെക്കാനിസം, അതായത് ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ വേണ്ട എന്നുള്ള ആ ഒരു പോസ്റ്റുലേഷൻ മിസ്റ്റേക്ക് ആണെന്നുള്ളത്. അപ്പം തന്നെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു, നമുക്ക് ഗവൺമെന്റ് ഇന്റർവെൻഷൻ വേണം. അപ്പൊ അവിടെ ഡിമാൻഡ് സപ്ലൈ ഫാക്ടേഴ്സ് ഓട്ടോമാറ്റിക്കലി ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നില്ല. ഈ ഒരു ടൈം പീരീഡില് ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെന്റ് വന്നത് 1933 കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെന്റ് വന്നത്, വിച്ച് വാസ് 24.9%. 24.9% അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത്. And there was decrease in aggregate demand. As we all know, aggregate demand എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി മറ്റൊന്നുമല്ല, നമ്മുടെ കെയ്ൻസ് ആണത് പുട്ട് ഫോർവേഡ് ചെയ്തത്. ഇഫക്റ്റീവ് ഡൊമൈനിന്റെ അല്ലെങ്കിൽ ഇഫക്റ്റീവ് ഡിമാൻഡിന്റെ മാർക്കറ്റ് നൊട്ടേഷനിൽ വരുന്നതാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. സോ ബേസിക് ആയിട്ട് വാട്ട് ഇസ് ദ ഡിമാൻഡ്, വാട്ട് ഇസ് ദ പ്രൈസ് അറ്റ് വിച്ച് ഗുഡ്സ് ആൻഡ് സർവീസസ് മസ്റ്റ് ബി പ്രൊഡ്യൂസ്ഡ്, അല്ലെ? അതാണ് ബേസിക്കലി നമ്മൾ ഈ അഗ്രിഗേറ്റ് ഡിമാൻഡ്. ടോട്ടൽ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ അവർ എക്കോണമി അത് ഡിക്ലൈൻ ചെയ്തു. നമ്മൾ ഒരുപാട് കമോഡിറ്റി, ഒരു സൈഡില് ഒരുപാട് കമോഡിറ്റി നമ്മൾ ഇങ്ങനെ മാനുഫാക്ചർ ചെയ്ത് വെച്ചിരിക്കുക, മറ്റേ സൈഡിൽ എന്താ, ആരും വാങ്ങാനൊട്ടില്ലതാണ്. വെറുതെ മാർക്കറ്റ്സ്, അതിപ്പോ ഡ്യൂറബിൾ ആവാം, നോൺ ഡ്യൂറബിൾ കമോഡിറ്റീസ് ആവാം. അതിപ്പം ഏത് രീതിയിലുള്ള കമോഡിറ്റി ആയാലും മാർക്കറ്റിൽ ഒരുപാട് കമോഡിറ്റി ഇങ്ങനെ കെട്ടിക്കിടക്കുവാണെങ്കിൽ അത് പ്രോബ്ലം തന്നെയാണ്. അപ്പൊ ഇത് മനസ്സിലാക്കി ഇങ്ങനെ എക്കോണമി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം നമുക്കറിയാം ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള കറൻസി പറയുന്നത് US ഡോളർ തന്നെയാണ്. മറ്റുള്ള കറൻസി യൂണിറ്റ്സ് ആയിട്ട് നോക്കും. അതുകൊണ്ടാണ് എല്ലാവരോടും പറയുന്നത് US ഡോളറിലേക്ക് കറൻസി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ സ്റ്റിൽ ദർ ആർ മെനി ക്വസ്റ്റ്യൻസ്. നമുക്കിപ്പോ പാർഷ്യൽ കൺവേർട്ടബിലിറ്റിയേ ഉള്ളൂ, അല്ലെ? ഡയറക്റ്റ് കൺവേർട്ടബിലിറ്റി അല്ലെങ്കിൽ ഫുൾ കൺവേർട്ടബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷൻ ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ അവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈവൻ US ഡോളർ പോലും വളരെയധികം ബ്രേക്ക് ഡൗൺസ് ഈ ഒരു സിറ്റുവേഷനിൽ ഫേസ് ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെയുള്ള ബാക്കി കറൻസീസ് ലൈക്ക് റെൻബിൻബി, യെൻ, യൂറോ, ഡോളർ, പോളർ, ഇങ്ങനെയുള്ള കറൻസീസ് ഒന്നിനെ കുറിച്ചും പിന്നെ ചർച്ച ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല, അല്ലെ? ബിക്കോസ് US ഡോളർ എന്ന് പറയുന്നതാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രെങ്തിയസ്റ്റ് ആയിട്ടുള്ള കറൻസി യൂണിറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സിറ്റുവേഷനെ, ഈ ഡിപ്രഷന്റെ സിറ്റുവേഷനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ബേസിക്കലി എടുത്ത സ്റ്റെപ്സ് എന്തായിരുന്നു വെച്ചാൽ, ദ ഫസ്റ്റ് വൺ വാസ് ഫിസിക്കൽ എക്സ്പാൻഷൻ. ഫിസിക്കൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാര് ഇവിടെ ഒന്നുമില്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ആൻഡ് ഓഫ് കോഴ്സ് വി നോ ദാറ്റ് ദ മോട്ടീവ് ഓഫ് ദ ഗവൺമെന്റ് ഇസ് ഓൾവേസ് വെൽഫെയർ. സോ അതുകൊണ്ടാണ് എപ്പോഴും നല്ലൊരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും വിചാരിക്കുന്നത് സർപ്ലസ് ബഡ്ജറ്റ് ആണ് നല്ലതെന്നാണ്. എന്നാൽ മാക്ലേ പറയുന്നത് നമുക്ക് എപ്പോഴും നല്ലത് ഒരു ഡെഫിസിറ്റ് ബഡ്ജറ്റ് ആണ്. അതായത് ഡെഫിസിറ്റ് ബഡ്ജറ്റ് ഇൻ ദ സെൻസ് ദാറ്റ്
നമ്മുടെ എക്സ്പെൻഡിച്ചർ ഇസ് ഗ്രേറ്റർ ദാൻ റവന്യൂ ആണ് വരുന്നത്. സോ ഇറ്റ് മീൻസ് ഗവൺമെന്റിന്റെ ആ വെൽഫെയറിന് വേണ്ടിയുള്ള അവരുടെ കോൺട്രിബ്യൂഷൻ അത്രത്തോളം ഇന്റൻസിഫൈഡ് ആണെന്നാണ് അത് പ്രൂവ് ചെയ്യുന്നത്, വിച്ച് ഇസ് എ പോസിറ്റീവ് ടെൻഡൻസി. സോ ഫിസിക്കൽ എക്സ്പാൻഷൻ ഇസ് നീഡഡ്. ഫിസിക്കൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സ്പെൻഡിങ് കൂടുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്ത് ചെയ്യണം, ഗവൺമെന്റിന്റെ സ്പെൻഡിങ് എന്ന് പറയുന്നത് നമുക്ക് മൊബിലൈസ് ചെയ്യണം. ഓൺ ദ സെയിം ഹാൻഡ് സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസും ഇൻക്രീസ് ചെയ്യുക. നമുക്ക് ജനങ്ങളുടെ ക്ഷേമമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സോ ഗവൺമെന്റ് കൂടുതൽ സ്പെൻഡ് ചെയ്യുക, അതേപോലെ ക്ഷേമത്തിന് വേണ്ടി സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് കൂടുതലായിട്ട് അറ്റയർ ചെയ്യുക. അപ്പൊ അതിനാണ് നമ്മൾ ഈ ഫിസിക്കൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഫിസിക്കൽ എക്സ്പാൻഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, നമ്മുടെ എക്കോണമിയിൽ ഒരു പൊട്ടൻഷ്യാലിറ്റി വരും. തന്മൂലം ഡെവലപ്മെന്റും എന്ത് സാധിക്കും, നമ്മുടെ എക്കോണമിയിൽ ജനറേറ്റ് ചെയ്യപ്പെടും. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പോസ്റ്റുലേഷനിലേക്ക് പോവുകയാണെങ്കിൽ മിലിറ്ററി സ്പെൻഡിങ് എന്ന് പറയുന്നത് അവർ ബേസിക്കലി എന്തായി ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. എക്സ്പെഷ്യലി വേൾഡ് വാർ ടൂവിന്റെ ഒക്കെ സമയത്ത് അൺഎംപ്ലോയ്മെന്റ് ഇല്ലാതാക്കുക, അതേപോലെ തന്നെ പ്രീ ഡിപ്രഷൻ ലെവൽസ് 1942 ഒക്കെ ആവുമ്പോഴേക്ക് അഗ്രിഗേറ്റ് ഡിമാൻഡിനെ ഒന്ന് നമ്മൾ മൊബിലൈസ് ചെയ്യുക. ഇതിനൊക്കെ വേണ്ടി ടൈറ്റൻ ചെയ്തു മിലിറ്ററി ഫോഴ്സസിനെ. കാരണം ഇനിയൊരു യുദ്ധം ഇല്ലാതിരിക്കാൻ, നമുക്കറിയാം യുദ്ധം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളിപ്പോ ബേസിക്കലി ഇപ്പം ഇന്ത്യയും പാക്കും തമ്മിൽ ചെറിയൊരു കൺസിഡറേഷൻ വന്ന, അല്ലെങ്കിൽ യുദ്ധം വന്ന സമയത്ത്, അല്ലെങ്കിൽ യുദ്ധം എന്ന് പറയാൻ പറ്റില്ല, ക്ലാഷ് കോൺഫ്ലിക്റ്റ് വന്ന സമയത്ത് നമ്മളെല്ലാരും പറഞ്ഞു അത് യുദ്ധത്തിലെ തന്നെ അവസാനിക്കുള്ളൂ എന്ന്. പക്ഷേ യുദ്ധം കണ്ടുവന്ന മുതിർന്ന തലമുറകൾ നമ്മളോട് പറയും എന്ത്, അയ്യോ യുദ്ധം എന്ന വാക്കേ നിങ്ങൾ ഉച്ചരിക്കരുത്, കാരണം ഒരു യുദ്ധം വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാവുന്ന പോലെ യു ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. സോ വാട്ട് ഈസ് ദ ബേസിക് ഫാക്ടർ വിച്ച് ഇസ് അറ്റയറിംഗ് വിത്ത് ദാറ്റ് പെർട്ടിക്കുലർ കോൺസെപ്റ്റ്? പ്രോബ്ലം തന്നെയാണ് അല്ലെ. വാർ എന്നൊക്കെ പറയുന്ന സമയത്ത് സീരിയസ് ആയിട്ടുള്ള ഔട്ട്ബ്രേക്സും അതുപോലെ തന്നെ സീരിയസ് ആയിട്ടുള്ള വളരെ ക്രോണിക് ആയിട്ടുള്ള പ്രോബ്ലംസുമാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇനി അങ്ങനെ ഒരു ക്ലാഷ് ഇല്ലാതിരിക്കാം, ജനങ്ങളുടെ ക്ഷേമം വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ട് of course they were delivering high amount of concentration towards military spending. അതുപോലെ തന്നെ മോണിറ്ററി എക്സ്പാൻഷന് വളരെയധികം എന്ത് ചെയ്തു, ടാബുലേറ്റ് ചെയ്തിരുന്നു. അതായത് ഫണ്ട് ജനറേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള രീതിയിൽ ഇപ്പൊ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആയിക്കൊള്ളട്ടെ, സെൻട്രൽ ബാങ്ക്സ് കൂടുതലായിട്ട് ലിബറേറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ഓത്തറൈസ് ചെയ്യുക. സോ ദാറ്റ് നമുക്ക് കൂടുതൽ പൊട്ടൻഷ്യാലിറ്റി കിട്ടുന്നു, ബിസിനസ് മേഖലയിലേക്ക് കൂടുതലായി പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നു. മോണിറ്ററി ട്രാൻസാക്ഷൻ മേഖലയിലേക്കും എന്ത് ചെയ്യാൻ പറ്റുന്നു, എക്സ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നു. മണി സപ്ലൈ നമ്മുടെ എക്കോണമിയിൽ കുറച്ചുകൂടെ എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക. സോ വാട്ട് ഈസ് മണി സപ്ലൈ? മണി സപ്ലൈ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മണി ദാറ്റ് ഇസ് സർക്കുലേറ്റിംഗ് ഇൻ അവർ എക്കോണമി. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു 100 രൂപ ഉണ്ടെങ്കിൽ അത് എന്റെ കയ്യിൽ തന്നെ വെച്ചിട്ട് കാര്യമില്ല, ആ 100 രൂപേനെ ഞാൻ എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം അല്ലെ, ജനറേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മണി സർക്കുലേഷൻ എന്ന് പറയുന്നത് എനിക്ക് മൊബിലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ആ പൈസയെ കൊണ്ട് യാതൊരു രീതിയിലുള്ള കാര്യമില്ല. അപ്പൊ മണി സപ്ലൈ കൂടണം. എക്കണോമിയിൽ എത്രത്തോളം മണി സപ്ലൈ ജനറേറ്റഡ് ആകുന്നുവോ അത്രത്തോളം ട്രാൻസാക്ഷൻസ് കൂടുന്നു. ട്രാൻസാക്ഷൻസ് കൂടുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ എക്കോണമിയിൽ കുറച്ചുകൂടെ ഒരു പൊട്ടൻഷ്യാലിറ്റി എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യാനായി സാധിക്കുന്നത്. പക്ഷെ ഇത് ഇൻഫ്ലേഷണറി സിറ്റുവേഷൻസിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ വന്നാലും നമ്മൾ എന്ത് ചെയ്യുക, അതിനെ വളരെ കറക്റ്റ് ആയിട്ടുള്ള മെഷേഴ്സ് ഉപയോഗിച്ച്, നമുക്കറിയാം ഇൻഫ്ലേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് ഉണ്ട്, ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആ ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെന്റും ക്വാളിറ്റേറ്റീവ് മെഷർമെന്റും ഒക്കെ ഉപയോഗിച്ചിട്ട് അവരതിനെ കർട്ടെയിൽ ചെയ്യുക. അപ് ടു സം എക്സ്റ്റെന്റ് വരെയെങ്കിലും അതിനെന്ത് ചെയ്യുക, ഒരു അവസാനം മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നത്. ഗ്രേറ്റ് ഡിപ്രഷനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഇക്കണോമിക് ഇമ്പാക്റ്റ് ആണ്. എപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ് ഗ്രേറ്റ് ഡിപ്രഷന്റെ ഇക്കണോമിക് ഇമ്പാക്റ്റ് എന്താണ് എന്നുള്ളത്. ഇവിടെ ബേസിക് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ വേൾഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ബേസിക്കലി എന്തായി, അത് ഡിക്ലൈൻ ചെയ്തു. അതേപോലെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത്, ജനങ്ങളുടെ ജീവിത സാഹചര്യം പറയുന്നത് കുറെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അല്ലെ. ഓഫ് കോഴ്സ് നമുക്കൊരു ക്ലാഷ് വരികയാണ് ചെയ്തത്. അങ്ങനെ ഒരു ക്ലാഷ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല. സോ ആസ് എ റിസൾട്ട് വേൾഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്
കുറഞ്ഞു. ജനങ്ങളുടെ ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് തന്നെ അല്ലെ. കാരണം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അനുയോജ്യമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ജനങ്ങൾ നമുക്കറിയാം ഒരു യുദ്ധമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വളരെയധികം എന്തായി, നമ്മൾ പാനിക് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോയി കഴിഞ്ഞു. റീസെന്റ് ആയിട്ട് നമ്മൾ കോൺഫ്ലിക്റ്റിന്റെ കേസിൽ കണ്ടതാണ് അല്ലെ. ഒരു യുദ്ധത്തിലേക്കൊന്നും നമ്മൾ പോവാതെ തന്നെ റീസെന്റ് ആയ ഒരു കോൺഫ്ലിക്റ്റ് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് നമ്മുടെ രാജ്യം എത്രത്തോളം ടെൻസ്ഡ് ആയി, അല്ലെങ്കിൽ എത്രത്തോളം പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ ജനങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാകും, അവിടുത്തെ ജനങ്ങളൊക്കെ കൂടുതലും ഫേസ് ചെയ്തിട്ടുണ്ടാവും എന്ന് നമുക്ക് മനസ്സിലായി. ഔട്ട്പുട്ട് കുറവാണ്. ഔട്ട്പുട്ട് കുറവാകുന്ന സമയത്ത് ഉൽപാദനം നടക്കില്ല. ഉൽപാദനം നടക്കുമ്പോൾ ഇൻഡസ്ട്രീസ് കൊളാപ്സ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അത് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരും. കാരണം പ്രൊഡക്ഷൻ നടന്നാലല്ലേ, അതായത് ആൾക്കാർ കമോഡിറ്റീസ് വാങ്ങാനുണ്ടെങ്കിലല്ലേ പ്രൊഡക്ഷൻ ചെയ്തിട്ട് കാര്യമുള്ളൂ. പ്രൊഡക്ഷൻ നടന്നാലല്ലേ ഇൻഡസ്ട്രീസ് ഉണ്ടാവുള്ളൂ. ഈ ഇൻഡസ്ട്രീസ് ഇല്ല. അപ്പൊ ഇൻഡസ്ട്രീസ് ഇല്ലാത്ത പക്ഷം ഈ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വർക്ക് ഒന്നും കിട്ടില്ല. കാരണം എന്താ, ഇൻഡസ്ട്രി ഉണ്ടെങ്കിലേ അവർക്ക് തൊഴിലുള്ളൂ. അപ്പൊ ഇവിടെ തൊഴിൽ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. അത് ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം ഇങ്ങനെ വന്ന സമയത്ത് നമ്മൾ ബേസിക്കലി എന്ത് വന്നു, ഒരുപാട് തരത്തിലുള്ള ഡോക്യുമെന്റ്സ് വന്നു. ഇത് നമ്മൾ ബേസിക്കലി എന്ത് പറഞ്ഞു, ഗോൾഡ് മെക്കാനിസത്തിന്റെ ഒരു പ്രശ്നം തന്നെയായിരുന്നു. അതായത് എല്ലാ രാജ്യങ്ങളും തങ്ങളുടെ കറൻസി ഗോൾഡിൽ ഹോൾഡ് ചെയ്യണം, അല്ലെങ്കിൽ ഗോൾഡിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നുള്ള ഒരു പ്രിപ്പറേറ്ററി ഫ്രെയിംവർക്കിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ തന്നെയായിരുന്നു ഇതിനെ നമ്മൾ എന്ത് ചെയ്തത്, ഒറിജിനേറ്റ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടൻ വുഡ് സിസ്റ്റം, ന്യൂ ഹാംസ്വെയറിലെ ബ്രിട്ടൻ വുഡ് ട്വിൻസ് ബോഡി എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ്. അവരാണ് പിന്നീട് പറഞ്ഞത് നമുക്കൊരു ഫിക്സഡ് കറൻസി എക്സ്ചേഞ്ച് റേറ്റ് റിജൈൻ വേണം എന്നുള്ളത്. അപ്പൊ നമുക്കിവിടെ പറയുകയാണെങ്കിൽ ഫിക്സഡ് റേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ റേറ്റ് എക്സ്ചേഞ്ച് റേറ്റ് മെക്കാനിസംസ് ഉണ്ട്, ഫ്ലോട്ടിംഗ് ഉണ്ട്. ഇവിടെ പറയുന്നത് ഫിക്സഡ് എന്ന് പറയുന്ന സമയത്ത് എപ്പോഴും, അതായത് ഒരു പെർട്ടിക്കുലർ കറൻസി മറ്റൊരു കറൻസി യൂണിറ്റ്സുമായിട്ട് ട്രേഡ് ഡീലിംഗ്സിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ ഒരു ഫിക്സഡ് മെക്കാനിസം ആണ് വേണ്ടത് എന്നുള്ളതാണ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് മെക്കാനിസം പറയുന്നത്. ലെറ്റ് ഇറ്റ് ബി ദ ഡിമാൻഡ് വെർഷൻ, ലെറ്റ് ഇറ്റ് ബി ദ സപ്ലൈ വെർഷൻ. നമുക്കൊരു ഫിക്സഡ് ആയിട്ടുള്ള ഫ്രെയിംവർക്ക് ആണ് ആവശ്യം എന്നുള്ളതാണ്. ഫിക്സഡ് കറൻസി എക്സ്ചേഞ്ച് റേറ്റ് ഒരിക്കലും മാറരുത്. ഇപ്പം $1 is equal to 50 rupees എന്നാണെങ്കിൽ അത് എപ്പോഴും let it be in that particular manner itself, whatever be the time framework is. അതാണ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് എന്താ, ഇറ്റ് കീപ്സ് ഓൺ ചേഞ്ചിങ് വിത്ത് ദ മാർക്കറ്റ് കണ്ടീഷൻസ്. അതായത് നമുക്ക് ഡിമാൻഡ് ആസ് വെൽ ആസ് സപ്ലൈ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഡിമാൻഡ് ആസ് വെൽ ആസ് സപ്ലൈ ഫാക്ടേഴ്സിൽ വരുന്ന ചേഞ്ചസ് അനുസരിച്ച് അവർ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത് എന്താണ്, ഫ്ലെക്സിബിലിറ്റി ഒറിജിനേറ്റ് ചെയ്യട്ടെ, ഫ്ലെക്സിബിൾ സിറ്റുവേഷൻസ് ടേക്ക് പ്ലേസ് ചെയ്യട്ടെ എന്നുള്ളതാണ്. അടുത്തത് എന്താണ്, നമുക്ക് ഫ്ലോട്ടിംഗ്. ഫ്ലോട്ടിംഗ് എന്ന് പറയുന്ന സമയത്ത് ഫിക്സഡും ഫ്ലെക്സിബിളും കൂടെ ഒരുമിച്ച്, ചില സമയത്ത് ഫിക്സഡ് എടുക്കുന്നു, അത് ഒരു എക്കണോമിക് സ്ട്രക്ചർ അനുസരിച്ചാണ്. ഈ ഫിക്സഡ് എടുക്കുന്ന ഒരിക്കലും നല്ലതല്ല, ഫ്ലെക്സിബിൾ ആണ് നല്ലത്. കാരണം നമുക്കറിയില്ല മാർക്കറ്റിൽ എന്താ സംഭവിക്കാൻ പോണത്. മാത്രമല്ല ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ സിറ്റുവേഷൻ എപ്പോ വേണമെങ്കിലും ടേക്ക് പ്ലേസ് ചെയ്യാനുള്ള ഒരു കണ്ടീഷനും നമ്മുടെ എക്കോണമിയിലുണ്ട്. സോ എപ്പോഴും എക്കോണമി എക്സ് പാറ്റേണിലായിരിക്കും, അല്ലെങ്കിൽ എപ്പോഴും എക്കോണമി വൈ പാറ്റേണിലായിരിക്കും, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കീപ്സ് ഓൺ ഫ്ലക്ച്വേറ്റിംഗ്. അതേപോലെ പലതരത്തിലുള്ള മാക്രോ എക്കണോമിക് പോളിസി ഫ്രെയിംവർക്സ് ഒക്കെ നമ്മുടെ എക്കോണമീനെ വളരെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് മോണിറ്ററി പോളിസി ഉണ്ട്, നമുക്ക് ഫിസിക്കൽ പോളിസീസ് ഉണ്ട്. സോ ലെറ്റ് ഇറ്റ് ബി ദ മോണിറ്ററി പോളിസി, ലെറ്റ് ഇറ്റ് ബി ദ ഫിസിക്കൽ പോളിസി, ഇറ്റ് ആക്ച്വലി ഇൻവോൾവ്സ് ദ പെർഫോമൻസ് ഓഫ് അവർ എക്കോണമി. സോ ബേസിക്കലി നമുക്ക് ഈ ഒരു ടൈം കഴിഞ്ഞതോടു കൂടിയാണ് ഗോൾഡ് മെക്കാനിസം എന്ന് പറയുന്നതിന്റെ ഫ്രെയിംവർക്ക് ഒട്ടും കൊള്ളില്ല എന്ന് മനസ്സിലായത്. അതുവരെയും നമുക്ക് ഗോൾഡ് മെക്കാനിസം ഉണ്ടായിരുന്നു, ലേസസ് ഫെയർ പോളിസിയുമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് യാതൊരു രീതിയിലും ആവശ്യമില്ല. നമ്മുടെ മാർക്കറ്റില് എന്തെങ്കിലും ഇംപെർഫെക്ഷൻസ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ പെർട്ടിക്കുലർ ലെവൽ ഓഫ് ഇംപെർഫെക്ഷൻ ഇല്ലാതാക്കാനായിട്ട് ഏറ്റവും ചൂസി ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഡിമാൻഡ് സപ്ലൈ മാനേജ്മെന്റ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതല്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു സിറ്റുവേഷൻ വരില്ലായിരുന്നു. ഈ ഒരു ബ്രേക്ക് ഡൗൺസ് അല്ലെങ്കിൽ ഈവൻ US ഡോളർ വരെ എന്ത് ചെയ്യില്ലായിരുന്നു, കൊളാപ്സ് ചെയ്ത് പോകാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ലായിരുന്നു. ബട്ട് ലേറ്റർ ഓൺ വാട്ട് ഹാപ്പൻഡ് ഇസ് ദാറ്റ് നമുക്കൊരു സ്ട്രോങ് മെക്കാനിസം വേണം, ഗവൺമെന്റ് വേണം എന്നുള്ളത് JM കെയ്ൻസ്, ജോൺ മേനാർഡ് കെയ്ൻസ് തന്റെ ജനറൽ തിയറി ഓൺ എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി ആ ബുക്കിൽ 1936 ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്
ഇൻട്രസ്റ്റ് ആൻഡ് മണിയിൽ 1936 എന്ത് ചെയ്തു? പരാമർശിച്ചു. അദ്ദേഹം പറഞ്ഞത് ഗവൺമെന്റിന്റെ സ്പെൻഡിങ്, അതായത് ജെഎം കെയ്ൻസ് പോസ്റ്റുലേറ്റ് ചെയ്തത് ഇങ്ങനെയായിരുന്നു. ഈ ഒരു പെർട്ടിക്കുലർ ക്രൈറ്റീരിയ അല്ലെങ്കിൽ പെർട്ടിക്കുലർ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വെറും 1-2 എക്കോണമീനെ മാത്രമല്ല ബാധിച്ചിട്ടുള്ളത്, മൊത്തം വേൾഡ് ആസ് എ ഹോൾ ഷാക്കിൾ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ജെഎം കെയ്ൻസ് പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നൊട്ടേഷൻ, ഗവൺമെന്റ് ഇന്റർവെൻഷൻ മസ്റ്റ് ബി ദാറ്റ്. ഗവൺമെന്റിന് മാത്രം, അല്ലാതെ എല്ലാ മാർക്കറ്റിലേക്ക് നമ്മൾ വിട്ടുകൊടുത്തിട്ട് നമുക്ക് അറിയില്ല, മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻസ് വരാം. ചിലപ്പോൾ ഇന്ന് ഞാനൊരു പ്രൊഡക്റ്റ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ ആ പ്രൊഡക്റ്റ് ഞാൻ ഡിമാൻഡ് ചെയ്യണമെന്നില്ല. ബിക്കോസ് എവറിത്തിങ് ഡിപ്പെൻഡ്സ് അപ്പോൺ മൈ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്. എനിക്ക് ചിലപ്പോൾ ആ പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ ടേസ്റ്റ് അല്ലെങ്കിൽ പ്രിഫറൻസ്, ഞാൻ ഹ്യൂമൻ ബീങ് ആണ്. സോ എനിക്ക് ചിലപ്പോൾ ഇനി അത് പ്രിഫർ ചെയ്യാനോ അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടാനോ സാധിക്കാതെ വന്നാൽ ഐ വോണ്ട് ഓപ്റ്റ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ തിങ്. അപ്പൊ അവിടെയും എന്ത് സംഭവിക്കാം? പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സ്കെനാരിയോ ടേക്ക് പ്ലേസ് ചെയ്യാനുള്ള സിറ്റുവേഷൻ ഉണ്ട്. സോ എല്ലാം ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ മൈ കൺസേൺ ആൻഡ് മൈ കോൺസെപ്റ്റ് ആണ്. സോ അവിടെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കെയ്ൻസ് പോസ്റ്റുലേറ്റ് ചെയ്യുന്നത് എവറിത്തിങ് ഇൻ ഷോർട്ട് റൺ. കെയ്ൻസ് ഒരു ഷോർട്ട് ടേം എക്കണോമിസ്റ്റ് ആണ്. ക്ലാസിക്കൽസ് ലോങ് ടേം എക്കണോമിസ്റ്റുകളും, കെയ്ൻസ് ഷോർട്ട് ടേം എക്കണോമിസ്റ്റ് ആണ്. കാരണം കെയ്ൻസിന്റെ പെർവ്യൂവിൽ നോക്കുമ്പോൾ അദ്ദേഹം ഷോർട്ട് ടേമിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്, ലോങ് ടേം കൺസേൺസിന് അവര് ഇമ്പോർട്ടൻസ് കൊടുക്കാറേ ഇല്ല. അദ്ദേഹം പറയുന്നത് ഇൻ ദ ലോങ് ടേം എവ്രി വൺ ഇസ് ഡെഡ് എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി ഇങ്ങനെയാണ്. ഗവൺമെന്റിന്റെ സ്പെൻഡിങ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യണം, അതേപോലെ ടാക്സ് കുറയ്ക്കുക, മോണിറ്ററി എക്സ്പാൻഷൻ എന്ന് പറയുന്നത് മൊബിലൈസ് ചെയ്യുക. അതായത് അദ്ദേഹം പറയുന്ന സ്ട്രാറ്റജി എന്തായിരുന്നു വെച്ചാൽ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, ഗവൺമെന്റിന്റെ സ്പെൻഡിങ് ഓഗ്മെന്റ് ചെയ്യുക. പല വീക്ക് ആയിട്ടുള്ള സെക്ടേഴ്സിനെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ വീക്ക് ആയിട്ടുള്ള സെക്ടേഴ്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, അവിടെ നമ്മൾ എന്ത് ചെയ്യുക? സ്പെൻഡിങ് ആക്ടിവിറ്റീസ് കൂടുതൽ മൊബിലൈസ് ചെയ്യുക. ദ നെക്സ്റ്റ് വൺ ഇസ് ടാക്സ് കട്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസിഡറേഷൻ ആണ് ടാക്സ് കട്ടിങ് എന്ന് പറയുന്നത്. വെറുതെ ഹ്യൂജ് ആയിട്ടുള്ള എക്സ്പെൻസസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ മാത്രമല്ല, നമുക്കറിയാം ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ കമ്പൽസറി പേയ്മെന്റ് മെയ്ഡ് വിത്തൗട്ട് എനി ക്വിഡ് പ്രോ ക്വോ ആണ്. അപ്പം ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ അകത്തുനിന്ന് നമുക്ക് പെർട്ടിക്കുലർ ആയിട്ട് ഒരു ബെനിഫിറ്റും കിട്ടുന്നില്ലെങ്കിൽ വി വോണ്ട് വാട്ട് പേ ടാക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും അങ്ങനെ പറയാനായിട്ട് പറ്റില്ല. ബിക്കോസ് ടാക്സ് എന്ന് പറയുന്നത് അത് എപ്പോഴും എല്ലായ്പ്പോഴും ഒരു കമ്പൽസറി പേയ്മെന്റ് തന്നെയാണ്. അപ്പം ഗവൺമെന്റ് പറയുന്നത് കൂടുതലായിട്ട് എക്സ്പെൻഡിച്ചർ നടത്തുക, അതായത് ഗവൺമെന്റ് കൂടുതലായി സ്പെൻഡിങ് നടത്തണം. സ്പെൻഡിങ് നടത്തുന്ന സമയത്ത് നമ്മുടെ എക്കോണമിയിലേക്ക് എന്താണ് ഫണ്ട് ഇൻജക്ട് ചെയ്യപ്പെടുക ചെയ്യുന്നത്. ഒരുപാട് തരത്തിലുള്ള ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് വേദി ഒരുക്കുക, അതേപോലെ സബ്സിഡീസ് നൽകുക. അപ്പൊ സബ്സിഡീസ് ഒക്കെ നൽകുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്കല്ല ബിസിനസ് യൂണിറ്റ്സ് നടത്തുന്നത്, നമുക്കൊരു വളരെ നെറ്റ്വർക്ക്ഡ് ആയിട്ടുള്ള സിസ്റ്റം ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. സോ അത് എന്തിനു നയിക്കാനുള്ള സാധ്യതയുണ്ട്? വളരെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസിലേക്ക് നയിക്കാനുള്ള സാഹചര്യം അവിടെ വരുന്നുണ്ട്. അപ്പൊ ടാക്സ് കുറയ്ക്കുക. ടാക്സ് കുറച്ച ആൾക്കാരുടെ കയ്യിലെല്ലാം എന്തുണ്ടാവും? പൈസ ഉണ്ടാവും. അവരുടെ കയ്യിൽ മാത്രമല്ല പൈസ ഉണ്ടാവുന്നത്, ഗവൺമെന്റും അവരെ സഹായിക്കുക. ജനങ്ങളെ എന്ത് ചെയ്യാണ് ഗവൺമെന്റ്? ഇപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു ഇൻഡസ്ട്രി ബിൽഡ് ചെയ്യണമെന്നാണെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യുക? അവരെ സഹായിക്കുന്ന, കൂടാതെ എന്തും ചെയ്യാണ് ചെയ്യുന്നത്? ഈ ആൾക്കാരുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സും കുറയ്ക്കുക ചെയ്യുന്നത്. സോ അത് ബെനിഫിറ്റ് തന്നെയാണ് വരുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവരെടുത്തുനിന്ന് കളക്ട് ചെയ്യുന്ന ഈ ടാക്സ് എമൗണ്ട് കുറയ്ക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ കൂടുതൽ ഫണ്ട് ഉണ്ടാകും, അവർക്ക് എന്ത് ചെയ്യാനും സാധ്യമാവും? ഡെവലപ്മെന്റിലേക്ക് പോകാനും സാധ്യമാവും. പുതിയ പുതിയ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? എക്കണോമിയിലെ എക്സ്പാൻഷനാണ് നടക്കുക. കാരണം ജനങ്ങൾ, നമ്മളെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ടാണല്ലോ ഈ ഡിപ്രഷൻ വരുമ്പോ ബേസിക് ആയിട്ട് എന്താ വരുന്നത്? നമ്മളെ കയ്യിൽ ക്യാഷ് ഇല്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിലേക്കും മൂവ് ചെയ്യാത്തത്. നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നമുക്ക് യാതൊരു രീതിയിലുള്ള പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സ്കെനാരിയോ ഇല്ല, വളരെ പ്രോമിസിംഗ് ആയിട്ട് തന്നെ നമുക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ടും സാധിക്കും. ബട്ട് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് നമ്മളെ കയ്യിൽ കാശില്ല. സോ സിൻസ് നമ്മുടെ കയ്യിൽ കാശ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ആമ്പിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് നമ്മൾ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മളുടെ എക്കോണമിയില് വലിയ വലിയ ഇൻഡസ്ട്രി ഇല്ല, വലിയ വലിയ രീതിയിലുള്ള സംരംഭങ്ങൾ ഇല്ല. നമ്മുടെ എക്കോണമി വളരെയധികം പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സ്കെനാരിയോയിലേക്ക് പാസ് ഓൺ ചെയ്തു. അപ്പം ജനങ്ങളുടെ കയ്യില് പൈസ ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കണം
ആരുടെ ലക്ഷ്യം? മെയിൻ ആയിട്ട് ഗവൺമെന്റിന്റെ ലക്ഷ്യം. അപ്പൊ ഗവൺമെന്റിന്റെ സ്പെൻഡിങ് വർദ്ധിപ്പിക്കുക, ടാക്സ് കുറയ്ക്കുക. തന്മൂലം എന്ത് സംഭവിക്കും? നമ്മുടെ എക്കോണമിയില് മോണിറ്ററി എക്സ്പാൻഷൻ വരും, ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും, ഒരുപാട് വ്യക്തികൾക്ക് കുറച്ചുകൂടെ എൻറിച്ച്ഡ് ആവാനും അതേപോലെ തന്നെ ഇൻഡസ്ട്രീസ് കടന്നു വരും, പൊട്ടൻഷ്യാലിറ്റി കൂടും. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഒരു രാജ്യത്തിന്റെ വളർച്ചയെ ഏറ്റവും കൂടുതൽ ഗവേൺ ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് അവിടെയുള്ള ഇൻഡസ്ട്രി തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മള് ക്ലൗഡിയ ഗോൾഡിന്റെ സ്റ്റഡി ഉണ്ട്. അതായത് അവര് പറയുന്നത്, നോബൽ പ്രൈസ് കിട്ടിയതാണ്, അവര് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബേസിക്കലി ഈ ഒരു എക്കണോമിക് സിറ്റുവേഷൻസിലേക്ക് നമ്മൾ പ്ലഗ് ഇൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പോകുന്ന സമയത്ത് ഇവിടെ വളരെ വലിയ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു മോണിറ്ററി എക്സ്പാൻഷൻ സ്ട്രാറ്റജിയിലേക്ക് നമ്മൾ പോയിട്ടില്ലെങ്കിൽ എന്ത് ക്രിയേറ്റഡ് ആവില്ല? നമുക്ക് യാതൊരു രീതിയിലും ഡെവലപ്മെന്റ് പോസിബിൾ ആവില്ല എന്നാണ്. ക്ലൗഡിയ ഗോൾഡിൻ അത് തന്നെയാണ് പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. മോണിറ്ററി എക്സ്പാൻഷൻ ഓൾവേസ് മാറ്റർ മോസ്റ്റ്ലി. സോ മോണിറ്ററി എക്സ്പാൻഷൻ ഫീൽഡിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ടെർഷറി സെക്ടർ അല്ലെങ്കിൽ നമ്മളുടെ സർവീസ് സെക്ടറിലാണ് ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ കൂടുന്നത്. സെക്കൻഡറി സെക്ടറിലും വരുന്നുണ്ട്, ടെർഷറി സെക്ടറിലും ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ കൂടുതലായി നമുക്ക് കാണാം. പ്രൈമറി മേഖലയിൽ എന്താ പാർട്ടിസിപ്പേഷൻ ഇല്ല. അത് സ്റ്റഡിയിൽ പറയുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് ആണ്. അതായത് മാരീഡ് പോപ്പുലേഷൻ, മാരേജ് കഴിഞ്ഞ സ്ത്രീകൾ ആരും തന്നെ എന്ത് പ്രിഫർ ചെയ്യുന്നില്ല? They don't go and they don't prefer primary sector. They always prefer for the secondary as well as the tertiary sector എന്നുള്ളതാണ് ബേസിക് ആയിട്ട് നമ്മുടെ സ്റ്റഡിയിൽ അവർ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ ഗവൺമെന്റ് സ്പെൻഡിങ് പ്രൈവറ്റ് സെക്ടറിലും പ്രൈമറി സെക്ടറിലും വരണം. സോ പ്രൈമറി സെക്ടറിൽ വരികയാണെങ്കിൽ ആംബിൾ ലെവൽസ് ഓഫ് എക്സ്പാൻഷൻ, മോണിറ്ററി എക്സ്പാൻഷൻ കൂടുതലായിട്ടും നടക്കും. കാരണം ആസ് വി ഓൾ നോ ദാറ്റ് പ്രൈമറി സെക്ടർ ആണ് എംപ്ലോയ്മെന്റ് ഏരിയയിൽ ഫസ്റ്റ് നിൽക്കുന്നത്. പക്ഷെ GDP കോൺട്രിബ്യൂഷനിൽ പ്രൈമറി സെക്ടർ ആണ് ലാസ്റ്റ് നിൽക്കുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ദ കോൺട്രാക്റ്റിംഗ് ഫാക്ടർ വിച്ച് ലൈസ് ഓവർ ഹിയർ. നമ്മൾ ഇന്ന് ആദ്യമായി ചർച്ച ചെയ്തത് ഗ്രേറ്റ് ഡിപ്രഷനെ കുറിച്ചാണ്. 1929-41 പീരീഡിൽ നമ്മുടെ എക്കണോമിനെ വളരെയധികം ഷാക്കിൾ ചെയ്ത ഒരു പെർട്ടിക്കുലർ എക്കണോമിക് ക്രൈസിസ് ആയിരുന്നു ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത് VES ആണ്. VES എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് വേരിയബിൾ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇവിടെ ബേസിക്കലി എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ദ സബ്സ്റ്റിറ്റ്യൂഷൻ, നമ്മളൊരു പ്രൊഡക്ഷൻ ഫംഗ്ഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇൻപുട്സും ഉണ്ടായിരിക്കും ഔട്ട്പുട്സും ഉണ്ടായിരിക്കും. അപ്പൊ ഇപ്പൊ ഒരു പെന്നിന്റെ കേസ് എടുക്കുവാണെങ്കിൽ ആ പെന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസിനെ എല്ലാം നമ്മൾ ഇൻപുട്ട് എന്നാണ് പറയുന്നത്. ആ ഇൻപുട്ട് ഉപയോഗിച്ച് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന കമോഡിറ്റിയെ ഔട്ട്പുട്ട് എന്ന് പറയും. സോ നമ്മൾ സാധാരണയായി ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻപുട്ടുകളാണ് ക്യാപിറ്റല്, ലേബർ. സോ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ദേ ആർ നോട്ട് കോൺസ്റ്റന്റ് എന്നാണ്. ഇവര് കോൺസ്റ്റന്റ് അല്ല. ബേസിക്കലി എന്താണ്? ദേ ആർ ഓൾവേസ് വേരിയബിൾ എന്നുള്ളതാണ് നമ്മൾ ബേസിക്കലി എന്തിൽ അഡോപ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവിടെ എപ്പോ വേണമെങ്കിൽ നമുക്ക് മാറ്റാം. ജനറലി നമ്മൾ പറയുന്ന രണ്ട് ടൈം പീരീഡ് ഉണ്ട്, ഷോർട്ട് റൺ ആസ് വെൽ ആസ് ലോങ് റൺ. ഷോർട്ട് റണ്ണിൽ നമ്മൾ പറയും വൺ ഫാക്ടർ ഇസ് ഫിക്സഡ് ആൻഡ് അതർ ഫാക്ടേഴ്സ് ആർ വേരിയബിൾ. ലോങ് റണ്ണിൽ ഓൾ ഫാക്ടേഴ്സ് ആർ വേരിയബിൾ എന്ന് നമ്മൾ ബേസിക്കലി അറ്റാച്ച് ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. നമ്മളൊരു പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് പോകുന്ന സമയത്ത് ലെറ്റ് ഇറ്റ് ബി ദ ക്യാപിറ്റൽ ആസ് വെൽ ആസ് ദ ലേബർ സെഷൻ, അതെപ്പോഴും ഫ്ലക്ച്വേഷൻസ് ആണ് എന്നുള്ളതാണ് നമ്മൾ ബേസിക്കലി പറയുന്നത്. ഇവിടെ നമ്മൾ എപ്പോഴും എന്താണ് കൂടുതലായിട്ട് ഫ്ലക്ച്വേഷൻസ് വരുത്തിക്കൊണ്ടേയിരിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ എന്താ പറയുന്നത്, ഇവിടെ മാറ്റങ്ങളാണ് എപ്പോഴും എവിടെ ടേക്ക് പ്ലേസ് ചെയ്യുന്നത്, VES പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ വരുന്നത്. ചേഞ്ചസ് വരെയാണ്. ലെറ്റ് ഇറ്റ് ബി അ സിംഗുലർ പ്രൊഡക്റ്റ്, ലെറ്റ് ഇറ്റ് ബി അ ഡബിൾ പ്രൊഡക്റ്റ്. അവിടെ ബേസിക്കലി എന്ത് ചെയ്യാം, ഇറ്റ് കീപ്സ് ഓൺ ഫ്ലക്ച്വേറ്റിംഗ് എന്നുള്ളതാണ് നമ്മൾ അവിടെ അറ്റാച്ച് ചെയ്യുന്നത്. ഇത് CS പ്രൊഡക്ഷൻ ഫംഗ്ഷനെ കോൺട്രാസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. CS എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഇസ് കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ ഈ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനെ കോൺട്രഡിക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒന്ന് തന്നെയാണ് VES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അതർവൈസ് ഇറ്റ് ഇസ് കോൾഡ് ആസ് എ വേരിയബിൾ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. സോ ഇവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇറ്റ്സ് എ റേറ്റ് അറ്റ് വിച്ച് വൺ ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഓൺ ഫോർ അനദർ ഫാക്ടർ അല്ലെ. അപ്പൊ ഇവിടെ
കണ്ടിന്യൂസ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഫേം നടത്തുക, ഈ പെർട്ടിക്കുലർ ഫേം നടത്തുന്ന സമയത്ത് ഒരു ലേബർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്, നമ്മൾ പറയണം ആ ലേബർ വേണ്ട, അടുത്ത ലേബർ മതി. അപ്പൊ നമുക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കുക ചെയ്യുന്നത്. പുതിയൊരു പെർട്ടിക്കുലർ ബിസിനസ് സെക്ടർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. സോ ഇറ്റ് കീപ്സ് ഓൺ ആഡിങ് ലൈക്ക് ദാറ്റ് അല്ലെ. സോ ബേസിക്കലി എന്ത് സംഭവിക്കുകയാണ്, അവിടെയും വേരിയബിലിറ്റി ഫാക്ടർ കൺസെന്റ് ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. സോ ഈ വി എസിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇത് കുറച്ചുകൂടി മോർ റിയലിസ്റ്റിക് ആണ്. അതായത് നമുക്കറിയാം ഇന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഫിനാൻഷ്യൽ മാനേഴ്സ് തന്നെയാണ് അല്ലെ. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു റിയൽ വേൾഡിൽ ജീവിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ പ്രൊഡക്ഷൻ ഫങ്ഷൻസ് മൊബിലൈസ് ചെയ്തേ പറ്റുള്ളൂ. പ്രൊഡക്ഷനിൽ മാറ്റം വരുന്നതിനനുസരിച്ച് ക്യാപിറ്റൽ ആയാലും ലേബറിന്റെ കോമ്പിനേഷൻ ആയാലും എല്ലാം തന്നെ എന്ത് ചെയ്യണം, നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരണം. നമുക്ക് ആഡ് ചെയ്തേ മതിയാവുള്ളൂ. അപ്പൊ ആ അഡീഷൻ നമുക്ക് ചെയ്യണമെങ്കിൽ എപ്പോഴും വേരിയബിലിറ്റി വേണം. ഞാനിപ്പോ പുതിയൊരു സംരംഭം തുടങ്ങാൻ വേണ്ടി ആരംഭിക്കുക, അപ്പൊ ഞാൻ പറയാണ് എനിക്ക് കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ബിസിനസ് തുടങ്ങാനായിട്ട് സാധിക്കില്ല. മറിച്ച് ഞാൻ എന്ത് ചെയ്യാണ്, എന്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ക്യാഷ് വെച്ച് ഐ എം ഗോയിങ് ഫോർ സ്റ്റാർട്ടിങ് മൈ ബിസിനസ് സെക്ടർ, ഐ മീൻ ആഡിങ് ഓൺ ടു ഇറ്റ്. അങ്ങനെയാണെങ്കിൽ പിന്നെയും എനിക്ക് എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അല്ല ഞാൻ എപ്പോഴും സ്റ്റാറ്റിക് ആയി നിൽക്കുകയാണെങ്കിൽ ദാറ്റ് വോണ്ട് മീൻ anything. അടുത്തത് ടെക്നോളജിക്കൽ ചേഞ്ച്, ദാറ്റ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ് അല്ലെ. ടെക്നോളജിക്കൽ ചേഞ്ചിലേക്ക് വരുമ്പോൾ അവിടെ ബേസിക്കലി നമ്മൾ വി എസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിലേക്ക് പോകുമ്പോൾ വേരിയബിലിറ്റി ഓൾവേസ് മാറ്റേഴ്സ് മോസ്റ്റ്ലി. ടെക്നോളജിക്ക് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം. ടെക്നിക്കൽ ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓൾവേസ് വെരി ഇമ്പോർട്ടന്റ്. സോ അത് നമ്മൾ കോൺസ്റ്റന്റ് ഫാക്ടറിലേക്ക് പോകുമ്പോൾ നമുക്ക് എപ്പോഴും അത് അറ്റയർ ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ നമ്മൾ വി എസിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെക്നിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് മീഡിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ വി എസിന് കൂടുതലായിട്ടും എന്തുണ്ട്, എംപീരിക്കൽ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് അവരെല്ലാം പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഫേമിന്റെ കണ്ടീഷനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു ഫാക്ടർ അല്ലെങ്കിൽ കാണാനായി സാധിക്കുന്ന ഒരു കോമ്പിനേഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പ്രോബ്ലമാറ്റിക് കണ്ടീഷൻ ഇല്ല. വളരെ കൃത്യമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ മുന്നോട്ടേക്ക് സഞ്ചരിക്കുന്നത്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് അവിടെ കൃത്യമായി ഇപ്പൊ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 5 ലേബർ ആണ് വേണ്ടത്, 60 ക്യാപിറ്റൽ അല്ലെങ്കിൽ 60 മെഷീൻസ് ആണ് വേണ്ടത്. അപ്പൊ അവിടെ ഒരു വ്യക്തത ഉണ്ട്. പക്ഷെ കോൺസ്റ്റന്റ് ആകുമ്പോ എന്താ, ഒരു 100 പ്രൊഡക്റ്റ് ഉണ്ടാക്കണം, 1000 പ്രൊഡക്റ്റ് ഉണ്ടാക്കണം, 2000 പ്രൊഡക്റ്റ് ഉണ്ടാക്കണം. എത്ര പ്രൊഡക്ട്സ് നമ്മൾ മാനുഫാക്ചർ ചെയ്യണമെങ്കിലും it keeps on compromising or it keeps on continuing like that. So constant elasticity of substitution basically എന്തുണ്ട്, വളരെ വലിയ രീതിയിലുള്ള റെഗുലേഷൻസ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ വി എസിലേക്ക് പോകുമ്പോൾ എന്തില്ല, അങ്ങനെ ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഇല്ല. പ്രൊഡക്ഷൻ ഫംഗ്ഷനില് മാറ്റങ്ങൾ സംഭവിക്കുന്നതിനനുസരിച്ച് this keeps on അല്ലെങ്കിൽ this particular factor keeps on fluctuating and that is the most important tendency of this particular elasticity of substitution function. ഇനി നമ്മൾ വി എസിനെ ആക്ച്വലി ഒരുപാട് ഫോർമുല വെച്ചിട്ടാണ് ടാബുലേറ്റ് ചെയ്യാറുള്ളത്. ഇതിലെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാൽ നമുക്കറിയാം ഇറ്റ് ഇസ് ദ റേറ്റ് അറ്റ് വിച്ച് one factor substituted for another factor. ഇവിടെ പ്രൊഡക്ഷന്റെ ഏരിയയിലേക്ക് പോയാൽ നമുക്ക് ലേബറും ക്യാപിറ്റലും ആണുള്ളത്. സോ ബേസിക്കലി ലേബർ എങ്ങനെയാ ക്യാപിറ്റലിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്, ക്യാപിറ്റൽ എങ്ങനെയാ ലേബറിന് വേണ്ടി നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നത് മുതലായ കാര്യങ്ങളാണ് സബ്സ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് കൊണ്ട് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, അവിടെ മീൻ ചെയ്യുന്നത്. സോ സബ്സ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ ആക്ച്വലി ഇതുകൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. അത് വരുന്നത് dk/L/d MRTS marginal rate of technical substitution into marginal rate of technical substitution by k/L. ഇതാണ് അല്ലെങ്കിൽ ഈ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ടാണ് വി എസില് നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യുന്നത്, ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ചെയ്യുന്നത്. മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല MPL/MPK ആണ് വരുന്നത്. നമ്മൾ ബേസിക്കലി ഇതിനെ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്, ഇതിനെ എഴുതുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്. അവിടെ നമ്മൾ പാർഷ്യൽ ആയിട്ടുള്ള ഫാക്ടർ ഉപയോഗിച്ചാണ് അതിനെ എന്ത് ചെയ്യുന്നത്, ഡിഫറൻസിയേഷനും ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദ ജനറൽ ഫോർമുല വിച്ച് നോർമലി അപ്ലൈസ് ടു VS പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. സോ VS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് ഇത്ര മാത്രമാണ്, നമ്മളുടെ എക്കണോമിയിൽ റാപ്പിഡ് ആയിട്ടുള്ള ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ നമ്മൾ റാപ്പിഡ് ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി ഒരു പൊട്ടൻഷ്യാലിറ്റി കിട്ടും. ആസ് എ ഹോൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ടും സാധ്യമാകും.
എന്നുള്ളതാണ്. കോൺസ്റ്റന്റ് ആകുമ്പോൾ കോൺസ്റ്റൻസിക്കാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. ഇത് കൂടുതലായിട്ടും അറ്റയർ ചെയ്തത് ചെനറി, മിൻഹാസ് മുതലായിട്ടുള്ള എക്കണോമിക്സുകളാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്തിട്ടുള്ളത് ഗ്രേറ്റ് ഡിപ്രഷനെ കുറിച്ചാണ്. 1929 മുതൽ 41 പീരീഡ് വരെയാണ് ബേസിക്കലി ഇത് കണ്ടിട്ടുള്ളത്. 30 ബിഗിനിങ്ങിലാണ് ശരിക്കും ഇത് വളരെയധികം പ്രോമിസിംഗ് ആയ വളരെയധികം പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒന്നായിട്ട് മാറിയത്. വേൾഡ് വാർ, സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ്, ബാങ്കിങ് പാനിക്സ് ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിരുന്നു അതുവരെയും ഉണ്ടായിരുന്നത്. 1929 സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ്, 30 ബാങ്കിങ് പാനിക്സ്, ഫോറിൻ സെൻട്രൽ ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക്, സ്പെക്കുലേറ്റീവ് ബൂംസ്, അതായത് കൂടുതലായിട്ടും ഇങ്ങനെ ട്രേഡിംഗ് മേഖലയിൽ കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി, ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ദ സ്പെക്കുലേറ്റീവ് ബൂം. സ്ട്രിക്റ്റ് റെഗുലേഷൻസ് ഒന്നും ഇല്ലാത്തൊരവസ്ഥയുമായിരുന്നു ഇതിന്റെ മെയിൻ കാരണം. ഫിസിക്കൽ എക്സ്പാൻഷൻ, US മിലിറ്ററി സ്പെൻഡിങ്, മോണിറ്ററി എക്സ്പാൻഷൻ, മണി സപ്ലൈ മെക്കാനിസംസിൽ വരുന്ന സ്ട്രിഞ്ചൻസി, അതൊക്കെയായിരുന്നു നമ്മൾ ഇതിൽ ബേസിക് ആയിട്ട് എടുത്ത സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇക്കണോമിക് ഇമ്പാക്ട് എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വേൾഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കുറഞ്ഞു, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഡിക്ലൈൻ ചെയ്തു. ഓൺ ദ സെയിം ഹാൻഡ് വർക്ക് മേഖലയിലും ഇംപെർഫെക്ഷൻസ് പല രീതിയിൽ ഇത് ക്രിയേറ്റ് ചെയ്തു. സോ ഇവിടെ ആ ഒരു ടൈം പീരീഡിലാണ് JM കെയ്ൻസ് എന്ത് ചെയ്യുന്നത്, പോസ്റ്റുലേറ്റ് ചെയ്ത് കടന്നു വരുന്നത്. അപ്പൊ JM കെയ്ൻസ് ആക്ച്വലി പറഞ്ഞത് മറ്റൊന്നും ആയിരുന്നില്ല, നമുക്ക് ഗവൺമെന്റ് സ്പെൻഡിങ് എന്ന് പറയുന്നത് ഓഗ്മെന്റ് ചെയ്യണം. അപ്പൊ ഗവൺമെന്റ് സ്പെൻഡിങ് ഓഗ്മെന്റ് ചെയ്യുന്ന സമയത്ത് ടാക്സ് കുറയും, മോണിറ്ററി എക്സ്പാൻഷൻ കൂടുതലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ചർച്ച ചെയ്തത് VESനെ കുറിച്ചാണ്. VES എന്ന് പറഞ്ഞാൽ വേരിയബിൾ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ് ഇസ് ദ റേറ്റ് അറ്റ് വിച്ച് വൺ ഫാക്ടർ ഇസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഓൺ ഫോർ another ഫാക്ടർ ആണ്. ഇവിടെ നമുക്ക് രണ്ട് ഫാക്ടർ കോമ്പിനേഷൻ ഉണ്ട്, ക്യാപിറ്റൽ ആസ് വെൽ ആസ് ലേബർ. സോ ക്യാപിറ്റൽ ലേബർ കോമ്പിനേഷൻസിനെ പ്ലഗ് ഇൻ ചെയ്യുക, അതേപോലെ തന്നെ നമുക്ക് മാച്ച് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസേൺ ആണ്. കോൺസ്റ്റൻസി ആണ് ബേസിക്കലി CESന്റെ ഫാക്ടർ. VS ആവുന്ന സമയത്ത് നമുക്ക് വേരിയബിലിറ്റി ആണ് അവിടെ കൂടുതലായിട്ടും വരുന്നത്. കുറച്ചുകൂടെ റിയാലിസ്റ്റിക് ആയിട്ടുള്ള ടെക്നിക്കൽ ചേഞ്ചിന് പ്രാമുഖ്യം കൊടുക്കുന്ന, എംപീരിക്കൽ ഡാറ്റയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒന്ന് തന്നെയാണ് VS പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഏതൊരു പെർട്ടിക്കുലർ ബിസിനസ് സെക്ടറിനെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നെന്ന് പറയുന്നതും ഏത് തന്നെയാണ്, ഈ ഒരു വേരിയബിലിറ്റി പ്രോസസ് ചെയ്യുന്ന ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. സോ ഇത്രയുമാണ്